കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ പരിശുദ്ധനായ കർത്താവ് എന്നെയും സഹായിച്ചതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത ധ്യാനത്തിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് പ്രഭാത ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വിഷയം സ്നേഹം ആണ് താക്കോൽ. അതിന് നൽകിയിരിക്കുന്ന വാക്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ തുടങ്ങുന്നു. എഫെസസ് സഭ 1-ാമത്തെ സഭയായിട്ട് ബൈബിളിൽ പറയുന്നു. ആ 1-ാമത്തെ സഭയുടെ സ്നേഹം പിന്നെ അതുപോലെ ആ ആദ്യ സ്നേഹം പിന്നീട് സഭയ്ക്ക് ദൈവത്തോടില്ല എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എഫെസസ് സഭ സഹിഷ്ണുതയിലും കർത്താവിൻ്റെ വചനത്തിലും കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിലും വളരെ കർത്താവിനോട് കൂടെ ചേർന്ന് നിന്നു. എന്നാൽ പിന്നീട് പറയുന്നത് ആ ആദ്യ സ്നേഹം അതിൽ നിന്ന് മാറിപ്പോയി എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. വളരെ സഹിഷ്ണുത അവർ സഹിച്ചു. അവരെ ഉപദ്രവിച്ചപ്പോൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, ഈ സമയങ്ങളിലെല്ലാം അവർ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, ഊന്നി നിന്നുകൊണ്ട് കർത്താവിനെ അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. പിന്നീട് ആ സ്നേഹത്തിൽ നിന്ന് അവർ മാറിപ്പോയതായിട്ട് പറയുന്നു. ഈ ലോകത്തിൽ നാം എടുത്തു നോക്കാമെങ്കിൽ സ്നേഹം നഷ്ടപ്പെടുത്തിയും കൊണ്ട് പോകുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്രകാരമായിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് സ്നേഹത്തിൽ നാം വേരൂന്നി നിൽക്കണം, സ്നേഹത്തിൽ നാം വളരണം, നാം എല്ലാവരെയും സ്നേഹിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവെ, സ്നേഹിക്കുന്നു, എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറയുന്നു. വീണ്ടും ചോദിക്കുന്നു, ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും പത്രോസ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എങ്കിൽ എൻ്റെ ആടുകളെ പാലിക്ക എന്ന് പറയുന്നു. വീണ്ടും ശീമോനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസിന് വളരെ ദുഃഖമായി. വളരെ ദുഃഖിതനായി പത്രോസ് കരയാണ്. കരഞ്ഞിട്ട് പത്രോസ് കർത്താവിനോട് പറയുന്നത്, എല്ലാം നിനക്ക് അറിയാം എന്ന് പത്രോസ് പറയുന്നു. എന്നിട്ട് പത്രോസ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും കർത്താവ് പത്രോസിനോട് പറയുന്നു, എൻ്റെ ആടുകളെ മേയ്ക്ക. അപ്പോൾ ഒരു സ്നേഹം, ആ സ്നേഹത്തിൽ വ്യാജം ഉണ്ടായിരിക്കരുത്. ആ സ്നേഹത്തിൽ അന്യായത്തിൻ്റെയോ അല്ലായെങ്കിൽ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു കലർപ്പ് അവിടെ പാടില്ല. ഒരിക്കൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുവാനിടയായി, കർത്താവിൻ്റെ സ്നേഹത്തെ മറന്നുകളയുവാനിടയായി. വീണ്ടും കർത്താവ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് സ്നേഹിക്കുന്നു എന്ന് പറയുകയും 3-ാം വട്ടം ചോദിക്കുമ്പോൾ അണപൊട്ടി കരയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം പത്രോസിലുണ്ടായി. നാം ദൈവത്തിനുള്ളവരായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ എപ്രകാരം സ്നേഹിച്ചുവോ അതേപോലെ കർത്താവിനെ നാം പൂർണ്ണരായി നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കണം. ഇതാണ് പരിശുദ്ധനായ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മോട് എത്രത്തോളം കാണിച്ചിരിക്കുന്നു. കർത്താവ് നാം പാപിയായിരിക്കുമ്പോൾ നമ്മെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ആ സ്നേഹമാണ് നാം മറ്റുള്ളവർക്കും നൽകേണ്ടത്. ആ ഒരു
സ്നേഹം നമ്മിൽ ഉണ്ടായിരിക്കണം. ആ സ്നേഹം നമ്മിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ദൈവവുമായിട്ടും ദൈവമക്കളുമായിട്ടും ഒരു ബന്ധത്തിൽ ജീവിക്കുവാൻ പറ്റൂ. തീർച്ചയായിട്ടും ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. പ്രഭാതത്തിന് ജാഗരണത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങയുടെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും, അങ്ങയുടെ സ്നേഹത്തിൽ ഉറപ്പിക്കും. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതം മുതൽ കർത്താവെ അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും പ്രവർത്തികളിലും സഞ്ചാരങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെയിരുന്ന് അവരെ കാത്തുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ വളർത്തും. പരിശുദ്ധൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പരിശുദ്ധ പിതാവേ, ആമേൻ.